കോൺഗ്രസിനകത്തുള്ള ഒരാൾക്ക് പരാതി നൽകുമ്പോ ആ പരാതി നൽകുന്ന സ്ത്രീ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ. എന്നെ കോഴിക്കോട് DCC ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കൊടുത്ത പരാതിയുള്ള VR സുധീഷിന്റെ പരാതി പിൻവലിച്ചാൽ നീ DCC സെക്രട്ടറി ആണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉണ്ട്, DCC പ്രസിഡന്റ് കോഴിക്കോട്. അതിനുശേഷം ഷഹനാസ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഷഹനാസിനെ എവിടെയും അടുപ്പിക്കാറില്ല. പരാതി നൽകുന്ന സ്ത്രീകളെ അത് രാഷ്ട്രീയമാവട്ടെ, സിനിമയാവട്ടെ, സാഹിത്യമാവട്ടെ എല്ലാ ഇടങ്ങളിലും മാറ്റി നിർത്തുന്നതേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കോൺഗ്രസിനകത്ത് കോൺഗ്രസിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അസറ്റാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന്, അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന, സ്ക്രീൻഷോട്ട് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷഹനാസ്. അവര് പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണം എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇന്നും ഞാൻ പറയാം, നാളെ നിങ്ങൾ റെഡിയാണെങ്കിൽ അടൂരുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടില് അവന്റെ അമ്മയുടെയും അവന്റെ മുന്നിൽ ഞാൻ പറഞ്ഞതും അവൻ പറഞ്ഞതുമായിട്ട് എന്റെ ഫോണ് ഞാൻ വെക്കും. എനിക്ക് മറച്ചു വെക്കാൻ ഈ ഫോണിൽ ഒന്നുമില്ല. ഏത് പരിശോധനകൾക്കും ഞാൻ വിധേയമാക്കും. ധൈര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഫോണ് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ചാനലിന്റെ മുന്നിൽ പറയാൻ ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ല ഹാഷ്മി, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മറുപടി പറയുന്ന, അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വന്ന 24-ന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ ചെയ്തതെന്ന് ഞാൻ ഇന്നലെ കേട്ടത്. എനിക്കറിയില്ല, സത്യാവസ്ഥയൊന്നും അറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പറച്ചിലിലോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ആളുകളുടെ പറച്ചിലിലോ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും MA ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്കില്ല. ഞാന് പാർട്ടിയിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്നാൽ എന്തെങ്കിലും നേടാൻ പറ്റൂ. മിണ്ടി പറഞ്ഞത് കൊണ്ട് എല്ലായിടത്തും ഇപ്പൊ കോൺഗ്രസ് പാർട്ടിന്റെ അകത്ത് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ നോക്കുന്നത് കാണണം. നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലെ നോക്കുന്നത് കാണണം.